ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കത്തി കാച്ചിക്കലിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ കത്തി കാച്ചിക്കൽ എന്ന് പറയും, ചിലർ കത്തി കൂട്ടൽ എന്ന് പറയും. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, കുറേ കാലം കത്തിയൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച പോകും. അപ്പോൾ അത് വീണ്ടും മൂർച്ചയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ്. അതിനാണ് പറഞ്ഞത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. പഴയ തലമുറയിൽപ്പെട്ടവർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. പുതിയ തലമുറ ആരും ഈ ഒരു തൊഴിൽ എടുക്കുന്നില്ല. നേരത്തെയുള്ള കുറച്ച് ചേട്ടന്മാർ മാത്രമേ ഇവിടെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉള്ളൂ. പണ്ടൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഈ തൊഴിൽ ചെയ്യുമായിരുന്നെങ്കിലും ഇന്നിത് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ കുട്ടികളൊന്നും ഈ വീഡിയോ ഇതെന്താണ് സംഭവം എന്ന് കണ്ടിട്ടുണ്ടാവില്ല, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾ കാണുന്നവരിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. ഇങ്ങനെയൊരു സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഉപയോഗിച്ചൊരു തൊഴിൽ അവർ ചെയ്യാനും പോകുന്നില്ല, ഇതിൻ്റെ ഉപയോഗവും അവർക്കില്ല. അതുകൊണ്ട് തന്നെ കണ്ടിരുന്നിട്ട് പ്രയോജനമൊന്നുമില്ല. എന്നെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇനി ഇതൊരു അപൂർവ കാഴ്ചയായിരിക്കും. ഈ ഒരു തലമുറ കൂടി കഴിഞ്ഞാൽ ഇതിൻ്റെ സംവിധാനം വരുമെന്നറിയത്തില്ല. എന്തെങ്കിലും മെഷീനൊക്കെ ആണെങ്കിലും ഇത് കത്തി കൊണ്ടുള്ള ചില ഉപയോഗങ്ങളുണ്ടല്ലോ, അതിന് കത്തി തന്നെ വേണമല്ലോ. അപ്പോൾ അത് വേറെ എന്തെങ്കിലും സംവിധാനം വരും തലമുറ കണ്ടുപിടിക്കാതിരിക്കും. അപ്പം നമ്മൾ ഇപ്പോൾ പഴയ രീതിയിലൂടെയാണ് ഇത് മൂർച്ചയാക്കി പോരുന്നത്. പണ്ടിത് കൂട്ടാനൊക്കെ പോകുമ്പോൾ ഒരു ദിവസത്തെ പണിയായിരുന്നു, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അത്രയ്ക്ക് തിരക്കൊന്നുമില്ല, എങ്കിലും ചെന്നിരുന്ന് നല്ല താമസം പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു രണ്ട് കത്തി കാച്ചിക്കാനാണ് വന്നത്, ഒന്നിൻ്റെ പിടി പൊട്ടിപ്പോയതാണ്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണം. ഒരു കരിയാണ്. നേരത്തെ ഒരു സ്വന്തമായിട്ട് കരി ഉണ്ടാക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് വില കൊടുത്ത് മേടിക്കുകയാണെന്നാണ് പറഞ്ഞത്. 1 കിലോ കരിക്ക് 120 രൂപേൻ്റെ അടുത്ത് വില കൊടുത്തിട്ട് ഒരു മേടിക്കുകയാണ്. കരി ഉണ്ടാക്കാനൊന്നും ഉള്ള മരങ്ങളില്ല, പിന്നെ അതിന് മെനക്കെടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പിടി ഉണ്ടാക്കുന്നത്.